Hi friends, welcome to Ayesha's kitchen. ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്. പിന്നെ ഇത് ഐഷാസ് കിച്ചൺ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബീഫ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല എല്ലോട് കൂടിയിട്ടുള്ള ഫ്രഷ് ബീഫ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫ് കൊണ്ടാണ് ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ ഫ്രഷ് ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഫ്രോസൺ ബീഫിനേക്കാളും ടേസ്റ്റ് ഫ്രഷ് ബീഫ് കൊണ്ട് ഈ റോസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ബീഫ് തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത് 1 കിലോ ബീഫിലേക്ക്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബീഫ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളിയോട് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വലിയ ഉള്ളിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ചെറിയൊരു മധുരമൊക്കെ വരും നമ്മളെ ഗ്രേവിക്ക്. അപ്പം ടേസ്റ്റ് ആണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ചെറിയ ഉള്ളി കൊണ്ട് തയ്യാറാക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ചധികം വെളുത്തുള്ളി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കാം. പിന്നെ തക്കാളി ഞാൻ ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കിലോ ബീഫിലേക്ക് ഒരു തക്കാളി മതി. കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വരും നമ്മുടെ ഗ്രേവിക്ക്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1 കിലോ ബീഫിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് എടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അതായത് നമ്മൾ വല്ലാണ്ട് പേസ്റ്റ് പരുവാക്കരുത്, അതുപോലെ തന്നെ വല്ലാണ്ട് ചതച്ചെടുക്കും വേണ്ട. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെറിയ ജാർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് ക്രഷ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബീഫും ബാക്കി എല്ലാ ചേരുവകളും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളത് മൺകലത്തിലൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബീഫ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി ക്രഷ് ചെയ്തതും അതുപോലെ മസാലപ്പൊടികളും തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് ഇതിൽ മെയിനായിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മൾ അല്പം കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ഗ്രേവി ഒക്കെ തിക്കായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഉലുവ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബീഫ് റോസ്റ്റിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഓരോ ബീഫിന്റെ പീസസിലും നമ്മൾ ഈ മസാല ഒക്കെ നന്നായിട്ട് പുരട്ടി വരണം. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യണം. ഒരു വിസിലാവുന്നത് വരെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രഷർ കുക്കറാണ് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ഒരു വിസിൽ വരുന്ന വരെ മാത്രം വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്ന ശേഷം പ്രഷറൊക്കെ പോയിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ടത് ആ വെള്ളമൊക്കെ വറ്റുന്ന വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക വേണ്ടത്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പാകത്തിനുള്ള വേവ് ആയിക്കോളും ബീഫ്. അപ്പോൾ നമ്മളിപ്പോൾ 2 വിസിലൊക്കെ വന്ന ശേഷമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ബീഫിന് വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ പ്രഷർ പോയ ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ബീഫ് ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കുക്കറിൽ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ പ്രഷർ മൊത്തം പോയ ശേഷം മാത്രം ഇത് തുറന്നു നോക്കിയാൽ മതി. നമ്മളിപ്പോൾ പ്രഷർ കളയാൻ നിൽക്കരുത്. അങ്ങനെ കളയുമ്പോൾ നമ്മൾ ബീഫിന് പാകത്തിലുള്ള വേവ് ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം കൂടി വേണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രഷർ മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇത്രയും വെള്ളമുണ്ട് നമ്മുടെ ബീഫിൽ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ പാൻ എടുക്കാം. നമ്മൾക്കിപ്പോൾ ഈ ഒരു പാനിന് പകരം ചീനച്ചട്ടിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളവർ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മുടെ ബീഫിലേക്ക് ടേസ്റ്റ്. ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അല്പം നമുക്ക് സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയ ശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളർ ആയ ശേഷം മാത്രമേ ഈ ബീഫ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ഈ ബീഫ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ബീഫിൻ്റെ വേവ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ അത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്തോളും. അപ്പോൾ അത് പേടിക്കണ്ട. അപ്പോൾ നമ്മൾക്ക് ഈ വേവിച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമുണ്ട്. നമ്മൾക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഇത്രയും വെള്ളമുള്ളത്. അപ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഗ്രേവിയൊക്കെ നല്ല തിക്കാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഗ്രേവിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതിപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ കുരുമുളക് നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ നല്ലത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം അത്യാവശ്യം കുറച്ചുകൂടെ ഒന്ന് വറ്റി തുടങ്ങിയ ശേഷം ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഗ്രേവി അല്പം കൂടി തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എരിവൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ആവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മളെ ഗ്രേവിയുടെ കളർ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിലായി വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് തിക്കാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. അതുപോലെ ഞാൻ സവോള വഴറ്റിയ സമയത്ത് നമ്മൾക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അത് വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. അതുപോലെ ബീഫ് റോസ്റ്റ് നമ്മളുടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് അല്പം നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വരുമ്പോൾ മുകളിലൊക്കെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ബീഫിന്. അപ്പോൾ നമ്മൾക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കണ്ടോ ഇതുപോലെ എണ്ണ മുകളിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബീഫ് റോസ്റ്റ് ആയി കിട്ടേണ്ടത്.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറയിലൂടെ കാണുന്ന ഈ ഒരു കളറല്ല കേട്ടോ, അതിന് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് കിടക്കുന്നത്. ക്യാമറേൻ്റെ പ്രോബ്ലം ആണോ കിച്ചണിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഓരോ ബീഫിൻ്റെ പീസിലും നന്നായിട്ട് മസാല പിടിച്ചിട്ടുള്ള ഒരു പരുവത്തിലായി കിട്ടണം നമുക്ക് ബീഫ് റോസ്റ്റ്, എന്നാലേ നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല പാകത്തിനുള്ള പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുരുമുളകിട്ട ബീഫ് റോസ്റ്റിൻ്റെ ശരിക്കുള്ള കളറ്. അടുക്കളയിൽ ലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആവും, അല്ലെങ്കിൽ ക്യാമറയുടെ പ്രോബ്ലം ആവും. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളറിൽ കിടക്കണം. അപ്പോൾ നമ്മളുടെ ഓരോ ബീഫ് പീസിലും ഇതുപോലെ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലായ നല്ല ടേസ്റ്റിൽ നമുക്ക് ബീഫ് റോസ്റ്റ് കഴിക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അതുപോലെ ദോശ അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അയച്ചു തരാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Okay, thank you.